മണി ആൻഡ് എക്കോണമി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഓൾറെഡി ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പൈസയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട്, അല്ലെ പണ്ടുണ്ടായിരുന്ന ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്നും നമ്മൾ ഈ പറയുന്ന രൂപ അധിഷ്ഠിതമായിട്ടൊരു എക്കോണമി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി പഠിച്ചു. അതിൻ്റെ നോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 പാർട്ടെങ്കിലും ആയി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സൗകര്യം. അല്ല, നമുക്ക് ഓരോ പാർട്ട് കഴിയുമ്പോഴുള്ള നോട്ട് നമുക്ക് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കൊരു 1-2 പാർട്ട് കഴിയുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് നോട്ട് എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ നോട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തൽക്കാലം മാർക്ക് ചെയ്ത് പോകാം. ഒരു 1-2 പാർട്ടൊക്കെ ആയിട്ട് ചാപ്റ്റർ ചെയ്തുകൊണ്ട് തീരാറാകുമ്പോഴത്തേക്കും നമുക്ക് നോട്ട് കംപ്ലീറ്റ് ആയ നോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ വിഷയത്തിൻ്റെ ഓരോ പാർട്ടായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം പലർക്കും ഫയൽ കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ മണി വർക്ക്സ് ഇൻ ദ എക്കോണമി എന്ന് പറയുന്ന ഭാഗമാണ്. എങ്ങനെയാണ് രൂപ നമ്മുടെ എക്കോണമിയിൽ പ്രവർത്തിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ സർക്കുലേഷൻ എന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? ബ്ലഡ് സർക്കുലേഷൻ അത് തന്നെയാണ്. എന്താ സംഭവം? രക്തം എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? നമ്മുടെ തലയിലായാലും കാലിലായാലും കയ്യിലായാലും എത്തുന്നത് എന്ത് തന്നെയാണ്, രക്തം തന്നെയാണ്. അതുപോലെ വെള്ളത്തിൻ്റെ സൈക്കിൾ, വാട്ടർ സൈക്കിൾ, ഭൂമിക്കകത്തുള്ള വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നദിയിൽ വെള്ളം ഉണ്ടാകും, അത് വേപ്പറായിട്ട് ആകാശത്ത് പോകും, മേഘങ്ങളാകും, പെയ്യുന്നു, നദിയായി ഒഴുകും, തിരിച്ച് കടലിലെത്തും, വീണ്ടും പോകും, അങ്ങനെ നടക്കും. നമ്മുടെ രൂപ എന്ന് പറയുന്നതും സത്യത്തിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. കാരണം എന്തൊരു ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ എന്ന് പറയുന്ന സാധനത്തെ ഉപയോഗിക്കാനായിട്ട് പറ്റും, അല്ലേ? നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ കാശ് കൊടുക്കണം, നമ്മൾ എന്ത് സേവനം വാങ്ങുമ്പോഴും നമുക്ക് കാശ് കൊടുക്കണം. അതുപോലെ ഈ കാശ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും തൊഴിലോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ രൂപ എന്ന് പറയുന്ന സാധനം നമ്മുടെ എക്കോണമിയിൽ എന്ത് ചെയ്യുന്നത്, സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പൈസ എന്നൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് മണി ദാറ്റ് മൂവ്സ് ദ എക്കോണമി ആൻഡ് സ്പീഡ്സ് അപ്പ് ഇറ്റ്സ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? തീർച്ചയായിട്ടും. പൈസ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമ്മുടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുന്നു, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക, പ്രൊഡക്ഷൻ നടക്കുകയാണ്. സോ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു ആളുണ്ട്. ഓക്കെ, ആരുണ്ട്? പ്രൊഡ്യൂസർ ഉണ്ട്. ഇയാൾ റൈസ് എന്ന് പറയുന്ന സംഭവമാണ് കൾട്ടിവേറ്റ് ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന ആളാണ്. സോ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്, നമ്മൾ പ്രൈമറി സെക്ടർ എന്നാണ് പറയാറ് കേട്ടോ. കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പ്രൈമറി സെക്ടർ. അപ്പോൾ റൈസ് എന്ന് പറയുന്ന സാധനം കൃഷി ചെയ്യാനായിട്ട് അയാൾക്ക് നെല്ല് വിത്ത് മാത്രം മതിയോ? പോരാ. എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ വേണം, അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള സീഡ് വേണം, ഇത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെഷീൻസ് നമുക്ക് വേണം. പക്ഷേ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതി സ്വന്തമായിട്ടാണോ? അല്ല. ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് ഫാക്ടറിയിലാണ്. അപ്പോൾ ഫാക്ടറിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ സെക്ടർ എന്നോ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡറി സെക്ടർ എന്നൊക്കെയാണ് വിളിക്കാറ്. പ്രൊഡക്ഷൻ സെക്ടർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് വിളിക്കുക. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് അയാളുടെ കയ്യിൽ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങണം. ഫെർട്ടിലൈസർ, സീഡ്, മെഷീൻസും വാങ്ങണം. ഇനി ഈ ഫെർട്ടിലൈസർ, സീഡ്, മെഷീൻ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പാദിപ്പിക്കുന്ന ആളുണ്ടാവുമല്ലോ, ഇതിൻ്റെ ഒരു ഓണർ ഉണ്ടാവുമല്ലോ. ഈ ഓണർക്കല്ലേ ഈ കാശ് കിട്ടുന്നത്? ഈ ഓണർ ഈ കാശ് എന്താ ചെയ്യുന്നത്? ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റൈസ് വാങ്ങത്തില്ലേ? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പൈസ എന്ന് പറയുന്ന സാധനം തന്നെ അല്ലേടാ. അങ്ങോട്ട് പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങും, ഇയാൾ പിന്നീടും എന്ത് തന്നെ ആയിരിക്കും, പൈസ കൊടുത്തിട്ട് തന്നെ ആയിരിക്കും ഇത് വാങ്ങുന്നത്. മറ്റൊരു ഉദാഹരണം, റൈസ് ഉൽപ്പാദിപ്പിച്ച റൈസ് നമ്മുടെ സ്ഥലത്ത് തന്നെ വെച്ചിരുന്ന കാര്യം നടക്കുമോ? മാർക്കറ്റിൽ എത്തിക്കണ്ടേ? അപ്പോൾ അതിനുവേണ്ടി എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം, അല്ലേ? എന്ത് വേണം? ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾക്കും ഈ പറയുന്ന ആൾ എന്ത് കൊടുക്കണം? കാശ് കൊടുക്കണം, അല്ലാതെ ചുമ്മാ ചെയ്യുമോ? ഇല്ല. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഡ്രൈവർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കമ്പനി മുതലാളി ഉണ്ടാവുമല്ലോ, അയാൾക്ക് എന്ത് കിട്ടുകയാണ്? ഇതേ കാശ് തന്നെ, മണി തന്നെ കിട്ടുകയാണ്. ആണോ? അല്ലേ? എന്ത് തന്നെ കിട്ടുകയാണ്? ഇതേ പൈസ തന്നെയാണ് അയാൾക്കും കിട്ടുന്നത്. ഈ പൈസ അയാൾ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. അയാൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഫാക്ടറി ഓണർ പോലത്തെ, ഈ പറയുന്ന ഫാക്ടറി ഓണർ ചെയ്യുന്ന പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ,
അതായത് മറ്റ് പെട്രോൾ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും സെക്കൻഡറി സെക്ടറിലുള്ള എന്തെങ്കിലും സാധനം വേണ്ടി വരത്തില്ലേ, വേണ്ടി വരും. അപ്പോൾ അയാൾ ഈ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് അത് വാങ്ങും അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ വണ്ടി ഓടിക്കാൻ പെട്രോൾ വേണം. പെട്രോളിൻ്റെ ഉൽപ്പാദനം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ റിഫൈൻ ചെയ്ത് വിൽക്കുന്നത് സെക്കൻഡറി സെക്ടർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പൈസ അയാൾ അങ്ങോട്ട് കൊടുക്കും. അതുപോലെ ഇയാൾക്കും എന്ത് വേണം, ആഹാരം വേണ്ടേ. ആ ആഹാരം വാങ്ങാനും അയാൾ ഫൈനലി കൊടുക്കുന്ന കാശ് ഇവിടെ തന്നെ എത്തുന്നത്, ഈ പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ തന്നെ എത്തുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൈസ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഈസി ആയിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. പ്രൈമറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതായത് കൃഷിയിൽ നിന്നുണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി എന്ന് പറയുന്ന സെക്ടറുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെറിഷ്യറി എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് സർവീസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഇതിൽ മൂന്നിലുമായിട്ട് സത്യം പറഞ്ഞാൽ പൈസ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉൽപ്പാദനം, അതിനകത്ത് വിതരണം വരുന്നുണ്ട്, അതുപോലെ തന്നെ അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ഇതിനെ പറയാം, സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾ ആരാണ്, പ്രൊഡ്യൂസർ. അത് ആൾക്കാരിലേക്ക് എത്തുന്ന ആരാണ്, ഡിസ്ട്രിബ്യൂട്ടർ. അത് വാങ്ങി ഉപയോഗിക്കുന്ന നമ്മളാരാണ്, കൺസ്യൂമർ. ഈ പ്രൊഡ്യൂസറിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമർ സാധനം വാങ്ങിയിട്ട് കാശ് ആർക്ക്, ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കും. ഡിസ്ട്രിബ്യൂട്ടർ ആ കാശ് ആർക്ക് എത്തിക്കും, പ്രൊഡ്യൂസറിനെത്തും. ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ പൈസ വീതിച്ചു കൊടുക്കും. അവർ തന്നെയാണ് എന്തെന്ന് പറയുന്നത് പിന്നീട് കൺസ്യൂമറായിട്ട് മാറുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലായിടത്തും അങ്ങോട്ടും ഒക്കെ പൈസ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. കണ്ടോ, റൈസ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാർമർ റൈസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അയാൾക്ക് ഫെർട്ടിലൈസറും സീഡും പെസ്റ്റിസൈഡും മെഷീനറിയൊക്കെ വേണം. അതിന് എന്ത് ചെയ്യും, അയാൾ ഈ പറയുന്ന പൈസ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ വാങ്ങും. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ആളുടെ പ്രൊഡ്യൂസറിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. ഈ പറയുന്ന റൈസ്, വെൻ ദ റൈസ് പ്രൊഡ്യൂസർ ഡിപ്പെൻഡ് ഓൺ ദ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇയാൾ സാധനങ്ങൾ എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ എടുത്ത് പോകുമ്പോഴത്തേക്കും അയാൾക്ക് എന്ത് തന്നെയാണ് കൊടുക്കുന്നത്, കാശ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ സർവീസ് സെക്ടറിലോട്ടും കാശ് പോകും. സോ പൈസ എന്ന് പറയുന്ന സാധനം ഇവിടെ എന്ത് ചെയ്യാണ്, the money received as the income by the industrial and the service sector is pumped back into the economy. അവർ തിരിച്ചു എന്ത് ചെയ്യാണ്, പൈസ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ പൈസ അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്ന സാധനം നമ്മുടെ എക്കോണമിയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് എന്താണ്, ഇങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരിക്കും അല്ലേ. ഇവിടെ നോക്കി, രാവിലെ ഒരു 100 രൂപ നോട്ട് ഒരു കുട്ടി കൊണ്ടുപോയിട്ട് 250 നോട്ട്ബുക്ക് വാങ്ങിച്ചപ്പോൾ പകരം എന്ത് ചെയ്തു, ഈ നോട്ട് കൊടുത്തു. ആ കടക്കാരനാണ് 100 നോട്ട് കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, അപ്പോൾ കടക്കാരന് സാധനം കൊണ്ട് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ എത്തി. നോട്ട്ബുക്ക് അയാൾക്ക് ചുമ്മാ കിട്ടത്തില്ല. ആ നോട്ട്ബുക്ക് കിട്ടുന്നത് ഡിസ്ട്രിബ്യൂട്ടറിന് പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ഈ 100 രൂപ നോട്ടും ബാക്കി അയാളുടെ കയ്യിലുണ്ടായിരുന്ന കാശ് എടുത്ത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കയ്യിൽ കൊടുത്തു. ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ചെയ്തു, ആ പറയുന്ന ഇയാൾക്ക് കൊടുക്കേണ്ട ഷെയർ ഒരു 100 രൂപ കിട്ടുമ്പോൾ 20 രൂപയായിരിക്കും അയാളുടെ ഷെയർ. ആ ഷെയർ അയാൾ എടുക്കും. എന്നിട്ട് ബാക്കി 80 രൂപ ആർക്ക് കൊടുക്കും, ഈ പ്രൊഡക്ഷൻ നടത്തിയ ആളുണ്ടല്ലോ, നോട്ട്ബുക്ക് കമ്പനിക്കാരന് കൊടുക്കും. ആ കമ്പനിക്കാരൻ എന്താ ചെയ്യുന്നത്, ആ കമ്പനി ജോലി ചെയ്യുന്ന തൊഴിലാളി ഉണ്ടാവുമല്ലോ, ആ തൊഴിലാളിക്ക് കൊടുക്കും. ഇയാൾ ഈ പേപ്പറും സാധനവും വാങ്ങിച്ച മില്ലുകാരനുണ്ടാവും, അയാൾക്ക് കൊടുക്കും. ഈ പറയുന്ന മില്ലുകാരനൊരു മോനുണ്ടെങ്കിൽ ആ മോൻ എന്താണ്, നോട്ട് വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ പൈസ തിരിച്ചെന്ത് ചെയ്യും, ആ കുട്ടിക്ക് കൊടുക്കും. ആ കുട്ടി നാളെ എന്ത് ചെയ്യും, പോയി നോട്ട് വാങ്ങും. അപ്പോൾ കണ്ടോ, നോട്ട് വാങ്ങാൻ ഉപയോഗിച്ച പൈസ കറങ്ങി വീണ്ടും നോട്ടായി മാറും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത്തരത്തിൽ പൈസ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കുറച്ച് സാഹിത്യം പറയുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ. ഈ ചാപ്റ്റർ ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിയോ, എന്താ സംഭവം, ഹൗ മണി വർക്ക്സ് ഇൻ ദ എക്കോണമി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എന്താണ്, മണി ഈസ് എ ടൂൾ ദാറ്റ് കീപ് ദ എക്കോണമി റണ്ണിങ് അല്ലേ. എക്കോണമിയെ നിലനിർത്തി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ടൂൾ എന്ന് പറയുന്ന ആരാണ്, പൈസയാണ്. ബൈ മേക്കിംഗ് ബൈയിങ് സെല്ലിങ് ആൻഡ് പ്രൊഡക്ഷൻ ഫാസ്റ്റർ ആൻഡ് ഈസിയർ. ഉൽപ്പാദനവും വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ഈസി ആക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത് പ്രൊഡ്യൂസറിനെ ഹെൽപ്പ് ചെയ്യും, ബിസിനസ്സുകാരനെ ഹെൽപ്പ് ചെയ്യും, കൺസ്യൂമറിനെയും എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റികളും, എന്താ എക്കണോമിക് ആക്ടിവിറ്റി, എന്തിനാണോ നമ്മൾ പണം ചിലവാക്കുന്നത്, അപ്പോൾ ആക്ടിവിറ്റി നടത്താനായിട്ട് സഹായിക്കുന്ന എന്താണ്, പൈസ എന്ന് പറയുന്ന സംഭവമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഹൗ മണി സ്റ്റിമുലേറ്റ് ദ എക്കോണമി എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പൈസ എക്കോണമിയെ ത്വരിതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നോക്കിയേ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, കൺസംഷൻ ആയിക്കോട്ടെ, എന്തിനും പകരം കൊടുക്കുന്നത് കാശ് തന്നെയാണ്. റൈസ് ഫാർമർ പൈസ സ്പെൻഡ് ചെയ്യുന്നു ഫെർട്ടിലൈസറിനും മെഷീനും വേണ്ടിയിട്ട്. ദിസ് മണി ബിക്കംസ് ഇൻകം ഓഫ് ദ വർക്കർ ആൻഡ് സപ്ലയർ ഓഫ് ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. ആ പൈസയാണ് ഇൻഡസ്ട്രിക്കാരന് കാശായിട്ട് പോകുന്നത്. അടുത്ത് ഈ പറയുന്ന ഫാർമറിന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കാശ് കൊടുക്കും. ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ കാശാണ് ആർക്കും ആവുന്നത്, ട്രാൻസ്പോർട്ട് നടത്തുന്ന ആളുടെ വരുമാനമായിട്ട് മാറുന്നത്. ഇനി ഈ പറയുന്ന സാധനം തന്നെയാണ് വെൻ റൈസ് ഈസ് സോൾഡ് മണി ചേഞ്ചസ് ഹാൻഡ്സ് അഗെയിൻ ആൻഡ് ദ കൺസ്യൂമർ ബൈ ഫുഡ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ബൈ വാട്ട് ദേ നീഡ് ടു കീപ് വർക്കിംഗ്. കണ്ടോ, എന്ന് വെച്ചാൽ ഇതേ പൈസ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇവർ പിന്നീട് ഈ പറയുന്ന റൈസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കിയ കാശ് പ്രൊഡ്യൂസർ വാങ്ങിച്ചു, സെക്കൻഡറിക്കാരൻ വാങ്ങിച്ചു, ടെറിഷറിക്കാരൻ വാങ്ങിച്ചു, അവനും ഈ റൈസ് വാങ്ങാൻ വേണ്ടി അത് എന്ത് ചെയ്യും, ഉപയോഗിക്കും. സോ
സർക്കുലേഷൻ നടക്കും. അപ്പോൾ എത്രത്തോളം വേഗത്തിലാണ് ഈ പൈസ ഒരു എക്കോണമി കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് വെച്ചാൽ എത്ര വേഗത്തിലാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ചിലവുകൾ മാക്സിമം കുറയ്ക്കും. ചിലവുകൾ മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, പണ്ട് നടന്നൊരു കാര്യമാണ്. പണ്ട് ഈ പറയുന്ന സർക്കാർ ജോലിക്കാരൊക്കെ സമരത്തിലേർപ്പെട്ടു. പണ്ട് കാലത്താണ് സർക്കാർ ജോലിക്കാർ സമരത്തിൽ ഏർപ്പെട്ടു. കേരളം പോലത്തെ ഒരു സംസ്ഥാനമാണ്. ഈ സർക്കാർ ജോലിക്കാർ സമരത്തിലായപ്പോൾ അന്നത്തെ ഗവൺമെൻറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കാർ ജോലിക്കാർ കുറച്ച് ദിവസം ജോലിക്ക് പോയില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണയുണ്ട് അല്ലേ, ഈ സർക്കാർ ജീവനക്കാർ അങ്ങനെ പണിയെടുക്കാത്തവരാണെന്നൊക്കെ. പക്ഷെ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാർ ജോലിക്കാരന് പൈസ കിട്ടാതെ വന്നപ്പോഴത്തേക്കും അവരുടെ ചിലവുകളൊക്കെ കുറച്ചു. അവർ മീൻ വാങ്ങാതായി, പച്ചക്കറി വാങ്ങാതായി, അവർ അടുത്തുള്ള സ്പെൻഡിങ് ചെയ്യാൻ കുറച്ചു, അവർ പുറത്ത് യാത്ര ചെയ്യുന്ന കുറച്ചു, പൈസ കുറയുകയാണ്. അപ്പോൾ എന്താ പറ്റിയത്? മീൻകാരന് ബുദ്ധിമുട്ടായി, പച്ചക്കറിക്കാരന് സെയിൽ നടക്കാതായി. കാരണം കേരളം പോലെ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ അത്യാവശ്യമുള്ള, ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ഞാൻ ഉദാഹരണമായിട്ട് എടുക്കാം, ഇവിടെ സർക്കാർ ജീവനക്കാരുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരു കാര്യം മറ്റൊരാളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. എന്നാൽ ഈ പറയുന്ന സർക്കാർ ജോലിക്കാരന് ഇപ്പോൾ ഓണത്തിന് ബോണസ് കിട്ടി, നല്ല കാശ് കയ്യിൽ വന്നു. അവർ നല്ല ആ സന്തോഷത്തോടെ ആവേശത്തോടെ എന്ത് ചെയ്യും, മാർക്കറ്റുകാർക്കൊന്നും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൂട്ടും. അപ്പോൾ ആലോചിച്ച് നോക്കി, പൈസയുടെ ഫ്ലോ അവിടെ കൂടുകയല്ലേ. അപ്പോൾ അവിടെ എന്ത് കൂടി? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ കൂടി. ശമ്പളം കുറച്ചാലോ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ കുറയ്ക്കും. ഇനി വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ കുറയുമ്പോൾ എന്താ, ഇപ്പോൾ മീൻ വിൽക്കുന്ന ആൾക്ക് പൈസ കുറച്ചേ കിട്ടിയെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ചിലവാക്കുന്ന കാശും കുറയ്ക്കും. അയാൾ മീൻ പിടിക്കാൻ പോകുന്നത് കുറയ്ക്കും, ഡീസൽ വാങ്ങുന്നത് കുറയ്ക്കത്തില്ലേ. പച്ചക്കറിക്കാരനാണെങ്കിൽ കൃഷി ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കും അല്ലേ, അയാളുടെ ചിലവും കുറയ്ക്കും. അങ്ങനെ ഓരോന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്ത് കുറയോ കൂടോ? കുറയും. അപ്പോൾ പൈസ നന്നായി ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, എല്ലാവരുടെയും നല്ല കാശുണ്ടെന്നല്ലേ. നല്ല കാശുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്യും. നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ഷൻസ് എന്ത് ചെയ്യും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രൊഡക്ഷൻസിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് പറ്റും, രാജ്യവും എക്കണോമിക് ഗ്രോത്തിലേക്ക് എത്തും. സോ എന്താണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. പൈസ എത്ര തവണയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് ടൈംസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് മണി ഈസ് എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡ്യൂറിങ് എ പീരീഡ് ഈസ് കോൾഡ് ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. ഇത്രയേ ഉള്ളൂ. രൂപ എന്ന് പറഞ്ഞ സാധനം കറങ്ങുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എത്രത്തോളം വേഗത്തിൽ കറങ്ങുന്നു. സത്യം പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം കാശ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പോഴല്ലേ നമ്മൾ വേഗത്തിൽ സർക്കുലേറ്റ് ചെയ്യുള്ളൂ, അത് ചുമ്മാ ഇരിക്കുമോ. അപ്പോൾ അതാ സംഭവം. ഇതിനാണ് നമ്മൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. എത്ര തവണ രൂപ സർക്കുലേറ്റ് കൈമാറി പോകുന്നു. ഹൈ വെലോസിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, കൂടുതൽ വേഗത്തിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, പൈസ സ്പെൻഡ് ചെയ്യുന്നു, വിച്ച് മീൻസ് ബൂസ്റ്റിംഗ് ദ എക്കോണമിക് ഗ്രോത്ത്. ഇത് എക്കോണമിക് ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യും. നേരെ മറിച്ച് വെലോസിറ്റി ലോ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, സ്ലോ മൂവ്മെൻറ്റ് ആൻഡ് ലെസ് എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റിയുടെ അളവ് അവിടെ കുറവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പറയുന്നത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണം, ദ നമ്പർ ഓഫ് ടൈംസ് എ യൂണിറ്റ് ഓഫ് മണി ഈസ് എക്സ്ചേഞ്ച്ഡ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഈസ് നോൺ ആസ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എക്കണോമിക് ഗ്രോത്തിനെയും, ഡിക്രീസ് ആണെങ്കിൽ അത് എക്കണോമിക് ഗ്രോത്ത് ഇല്ലായ്മയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ ഈ പറയുന്ന, അപ്പോൾ പൈസ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റിയാലേ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എക്കോണമിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, പണ്ട് കാലത്താണെങ്കിൽ പൈസ കൈവച്ച് നമുക്ക് എണ്ണി കൊടുക്കണം. ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം വലിയ തുകയായി, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ നമുക്ക് ഒരാൾ കൊടുക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി, ഈ 10 ലക്ഷം രൂപയുടെ നോട്ട് എടുക്കണം, ഇത് എണ്ണി തിട്ടപ്പെടുത്തണം, കൊടുക്കണം. എന്നാൽ ഇന്നാണെങ്കിലോ നിങ്ങൾക്കറിയാം, ഓൺലൈൻ ബാങ്കിങ് പരിപാടിയൊക്കെ ഉണ്ടല്ലേ, ക്ലിക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പൈസ അയക്കാൻ പറ്റും. അതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഒരുപാട് ഫെസിലിറ്റികൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് ലോണുകൾ നമുക്കിപ്പോൾ ഉണ്ടല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പൈസ കൊണ്ട് ട്രാൻസ്ഫർ ആക്കാൻ സാധിച്ചത് സത്യത്തിൽ ആര് കാരണമാണ്, എക്കണോമിക് ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, ബാങ്കുകളെന്ന് പറയുന്നത്. അപ്പോൾ പൈസ എന്ന് പറയുമ്പോൾ ബാങ്കുകളെ പറ്റി പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. സോ അത്തരം ബാങ്കുകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, Bank and financial institutions plays a major role in facilitating money transactions and also regulating the economic activity. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നതിൽ ബാങ്കുകൾക്ക് വലിയൊരു പങ്കുണ്ട്. അത്തരം ബാങ്കുകളെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. സോ നമ്മൾ ഇന്ന് പഠിപ്പിച്ച ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഷോർട്ട് ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, മണി സ്പീഡ് അപ്പ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ എക്കോണമി. പൈസ ഉള്ളത് കൊണ്ടാണ് എക്കോണമിയിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ സ്പീഡായിട്ട് നടക്കുന്നത്. ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, എക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ കാര്യത്തിൽ നമ്മുടെ ബാങ്കുകൾക്ക് അതുപോലെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും വലിയൊരു പങ്ക് ഉണ്ട്. ഇനി പൈസയും ബാങ്കുകളെയും പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ
പൈസ ഇഷ്യൂ ചെയ്യുന്നതും പ്രിൻ്റ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? നമ്മുടെ സെൻട്രൽ ബാങ്കാണ്. ആ സെൻട്രൽ ബാങ്കിൻ്റെ പേരാണെന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എല്ലാ രാജ്യങ്ങൾക്കും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടാകും. എന്ന് വെച്ചാൽ ബാങ്കുകളുടെ ബാങ്ക് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ബാങ്കിങ് സ്ഥാപനങ്ങളുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബോഡി എന്ന് പറയാം. എന്ത് പേര് പറഞ്ഞ് വേണമെങ്കിലും വിളിക്കാം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഒരു പുലിയും അതിൻ്റെ പുറകിൽ ഒരു പാം ട്രീയും ഒക്കെ ഉള്ള ഈ ഒരു എംബ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കി, ഇതാണ് ഇവിടെ പറയുന്നത്. നോക്കി, ഇൻ ഈച്ച് കൺട്രി the respective central bank will be the ultimate authority of this money. രൂപ പ്രിൻ്റ് ചെയ്യുന്നതും അത് എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നതും കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ ഈ പറയുന്ന സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിൽ ആ ബാങ്കിൻ്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തുവാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI എന്ന് പറയും. RBI തുടങ്ങുന്നത് ബ്രിട്ടീഷുകാരാണ്. 1935 കൊൽക്കത്തയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന റിസർവ് ബാങ്ക് വരുന്നത് ഏപ്രിൽ 1 അപ്പോൾ 1 ഏപ്രിൽ 1931. അപ്പോൾ നിങ്ങൾക്കറിയാം ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഏപ്രിൽ 1 അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ 1 ഏപ്രിൽ 1935 കൊൽക്കത്തയിൽ എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 34 ആക്ട് പ്രകാരമാണ് വരുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 35 എന്നൊക്കെ പറഞ്ഞ് പിന്നീട് നമ്മൾ പഠിക്കും, നമുക്കത് വേണ്ട. ഓക്കെ, ഇനി 37 ഈ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടോട്ട് മാറ്റി? മുംബൈയിലോട്ട് മാറ്റി. ഇപ്പോഴും ഇവിടെ തന്നെയാണ്, മുംബൈയിലാണ്. അപ്പോൾ തുടങ്ങുന്നത് കൊൽക്കത്തയിലാണെങ്കിലും ഇപ്പോൾ മുംബൈയിലാണ്. 37 തന്നെ അത് മുംബൈയിലോട്ട് മാറ്റി. ഇത് 49 നാഷണലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ 35 തുടങ്ങുമ്പോൾ ആരായിരുന്നു ഇത്? ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷിൻ്റെ രീതിയിലൊക്കെ ആയിരുന്നു. എന്നാൽ 47 നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി. സോ ഇതിൻ്റെ കൺട്രോൾ ആര് ഏറ്റെടുത്തു? ഗവൺമെൻറ് ഏറ്റെടുത്തു. സോ ബാങ്ക് നാഷണലൈസേഷൻ അല്ലെങ്കിൽ ഒരു ബാങ്കിനെ നാഷണലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് എന്ന് വെച്ചാൽ അതിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലോട്ട് പോയി എന്നാണ്? ഗവൺമെൻറ്റിൻ്റെ കയ്യിലോട്ട് പോയി. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് എന്ന് പറയുമ്പോൾ അത് ആരുടെ കയ്യിലിരിക്കണം? പ്രൈവറ്റ് ആരുടെ ഇരുന്നാൽ പറ്റുമോ? ഇല്ല, അത് ആരുടെ കയ്യിൽ തന്നെ ഇരിക്കണം? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അങ്ങനെ 49 തൊട്ട് ഇത് നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായിട്ട് മാറി. ഒരുപാട് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമ്മുടെ RBI ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് RBI ഗവർണറാണ്. നിങ്ങൾക്കറിയാമോ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ RBI ഗവർണർ ആരാണെന്ന്? അറിയാമെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ടിട്ടെ. എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാം. നമ്മുടെ റിസർവ് ബാങ്കിലെ നോട്ടിൽ അല്ലേ, നമ്മുടെ കറൻസി നോട്ടിൽ ഒപ്പിട്ടേക്കുന്നത് ഈ RBI ഗവർണറാണെന്ന് പറയും അല്ലേ? അറിയാവോ ആരാണ് ഇപ്പോഴും നമ്മൾ RBI ഗവർണർ? കമൻറ്റ് ചെയ്തേ നോക്കണം. ഇനി ഫങ്ഷൻസ്, റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഒരു 6 ഫങ്ഷൻസാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കണം. നമുക്ക് ആ ഫങ്ഷൻസ് ഒന്ന് നോക്കി വയ്ക്കാം. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം, കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുക അല്ലേ. 2000 നിരോധിച്ചെങ്കിലും അടുത്ത് പുതിയത് പ്രിൻറ്റ് ചെയ്തതും അല്ലേ, 1000 നിരോധിച്ചതും 2000 പ്രിൻറ്റ് ചെയ്തതും RBI തന്നെയാണ്. ആ പഴയ നോട്ട് ക്യാൻസലാക്കിയത് പ്രിൻറ്റ് ചെയ്തതും ഒക്കെ എന്താണ്? ഗവൺമെൻറ് പറയുന്നത് കേട്ടിട്ട് RBI ആണ് ചെയ്യുന്നത്. ഇനി ബാങ്കേഴ്സ് ബാങ്ക് അഥവാ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. എന്ന് വെച്ചാൽ നമുക്കറിയാം എല്ലാ ബാങ്കുകളും RBIയുടെ റെഗുലേഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ SBI ആയിക്കോട്ടെ, കാനറ ആയിക്കോട്ടെ, സിൻഡിക്കേറ്റ് ആയിക്കോട്ടെ, ഗ്രാമീൺ ആയിക്കോട്ടെ, എല്ലാ ബാങ്കുകളിലും എന്ത് പലിശയ്ക്ക് പൈസ കൊടുക്കണം, ഇനി ബാങ്കിന് പൈസ വേണോ, അല്ലെങ്കിൽ ബാങ്കിന് പൈസ എത്ര രൂപയ്ക്ക് പലിശ കൊടുക്കണം, എത്ര കടം കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാ? റിസർവ് ബാങ്കാണ്. അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയാനായിട്ട് പറ്റും. കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്, ഇതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ്. പലിശ നിരക്ക് എത്രയെന്നൊക്കെ ഉള്ള കാര്യം കൺട്രോൾ ചെയ്തിട്ടാണ് എത്രത്തോളം കടം കൊടുക്കാം, അല്ലെങ്കിൽ എത്രത്തോളം കടം വാങ്ങാം, എത്രത്തോളം ലോൺ കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നത് RBI ആണ്. ആക്ട് ആസ് ഗവൺമെൻറ്റ്സ് ബാങ്ക്, സർക്കാരിൻ്റെ ബാങ്ക് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ആരാണ്? RBI ആണ്. അതായത് ഇന്ത്യക്ക് പുറത്ത് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൈസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും നോക്കുന്ന ആരാണ്? റിസർവ് ബാങ്കാണ്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസ് അല്ലേ. ഡോളർ, നിങ്ങളറിയാലോ, ഡോളറുകൾ മറ്റ് പല രാജ്യങ്ങൾക്കും പല പല കറൻസികളുണ്ട്. ഈ കറൻസികളുടെ വാല്യൂ തീരുമാനിക്കുന്നതും അതുപോലെ ഇന്ത്യൻ രൂപയുടെ വാല്യൂ തീരുമാനിക്കുന്നതിനുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ റിസർവ് ബാങ്കാണ്. പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ടുകൾ, ഈ ഓരോ ഫിനാൻഷ്യൽ ഇയറൊക്കെ കഴിയുമ്പോഴും പല പല റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇത് തന്നെ അതാകേണ്ട ഫങ്ഷൻസ്. പ്രിൻറ്റിങ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് കറൻസി എന്താണ്, ഡിമോണിറ്റൈസേഷൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, ഈ പറയുന്ന സപ്ലൈ കൺട്രോൾ, ഇതെങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കണ്ടോ, ക്രെഡിറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ബാങ്ക് റേറ്റുകൾ മാറ്റുന്നത് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ്, മോണിറ്ററി പോളിസികൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത്, അതായത് നിങ്ങൾ പണപ്പെരുപ്പം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനകത്തൊക്കെ ഉണ്ട്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് കണ്ട പലതരം നോട്ടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്, ഈ പറയുന്ന പല പല റിപ്പോർട്ടുകളും കാര്യങ്ങളും സർവേയും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഇതൊക്കെയാണ് RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആ ഓരോ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഇന്നിപ്പോൾ കുറച്ച് സമയമായില്ലേ, ഇന്ന് ഇത്രയും മതി. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.